ഒരു പഴയ ബാത്റൂമിലെ ഇരുമ്പ് പൈപ്പ് എടുത്ത് കളഞ്ഞ് അതിൽ PPR പൈപ്പ് കൊണ്ട് എങ്ങനെയാണ് ലൈൻ ഇടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ചുമരിലെ പഴയ വാൾവ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഗ്രോഹി എന്ന കമ്പനിയുടെ നല്ലൊരു വാൾവ് ആയതുകൊണ്ട് അതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ നിലനിർത്തി അതിമേൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ലൈനുകളെല്ലാം ഇടുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബാത്റൂമിൽ ചുടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ ഇടുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള കണക്ഷനുകൾ ഒരു വാൾ ക്ലോസറ്റ് ഉണ്ട്, അതിൻ്റെ ഫ്ലഷ് ടാങ്കിന് വേണ്ടിയുള്ള ഒരു കണക്ഷൻ, വാൾ ക്ലോസറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചുടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒരു മിക്സഡ് ടാപ്പ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിന്, ഒരു വാൾ ഷവർ, ഔട്ട് സൈഡിൽ ഒരു 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സാധാ ഹീറ്ററും, പിന്നെ ബാത്റൂമിനകത്ത് ഒരു ടാങ്ക്ലെസ് ഹീറ്ററും എന്നിവയ്ക്കുള്ള കണക്ഷനാണ് നമ്മൾ ഇടുവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ PPR പൈപ്പ് കൊണ്ട് നമ്മൾ ബാത്റൂം ലൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലീക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ പറ്റും. പക്ഷേ എന്തെന്ന് വെച്ചാൽ PPR പൈപ്പ് കൊണ്ട് നമ്മൾ ലൈൻ ഇടുമ്പോൾ ഫിറ്റിംഗ് സാധനങ്ങളും പൈപ്പും നല്ലവണ്ണം തുടച്ച് മണ്ണ്, പൊടി, അതുപോലെ ജലാംശം ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം പൈപ്പ് ഒട്ടിക്കുവാൻ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു കാലത്തും ബാത്റൂമിന് ലീക്ക് വരില്ല. അതാണ് PPR പൈപ്പിൻ്റെ ഗുണം. അതുപോലെ PPR പൈപ്പ് കൊണ്ട് പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഒട്ടിക്കാൻ പാടുള്ളൂ. കാരണം PPR പൈപ്പ് ഒട്ടിക്കുമ്പോൾ ഒരു 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് ഒട്ടിപ്പോകും. പിന്നീട് നമുക്കതെടുത്ത് മാറ്റിക്കളയുവാനോ ഒന്നും പറ്റില്ല. അതെടുത്ത് കളയുവാൻ തന്നെ പറ്റുള്ളൂ, അത് ഉപയോഗിക്കുവാൻ പിന്നെ പറ്റില്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് അളവ് കറക്റ്റാക്കി എടുത്തതിന് ശേഷം മെഷീൻമേൽ വെച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. PVC പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് അല്പം തെറ്റിപ്പോയാലും പെട്ടെന്ന് ഊരി പശ ഒന്ന് തുടച്ചെടുത്ത് വീണ്ടും കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ PPR പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ഒരിക്കൽ യൂസ് ചെയ്ത് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പിന്നെ വേസ്റ്റ് കൊട്ടയിൽ ഇടുവാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അളവെടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചതിന് ശേഷം ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല PPRൻ്റെ ഫിറ്റിങ്സുകൾക്കൊക്കെ CPVCയേക്കാളും വില കൂടുതലാണ്. അതുകൊണ്ട് ഒരു എൽബയോ ഒരു ടീയോ നഷ്ടപ്പെട്ടാൽ അത് നല്ലൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം അളവെടുത്തതിന് ശേഷം വേണം ഒട്ടിക്കുവാൻ. അതാണ് PPR പൈപ്പും CPVC PVC പൈപ്പുകളും തമ്മിലുള്ള ഫിറ്റിങ്സിൻ്റെ വ്യത്യാസങ്ങൾ.
അതുപോലെ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. കൈയിന്മേൽ തട്ടിയാൽ കൈ പൊള്ളുവാൻ സാധ്യതയുണ്ട്. 300 ഡിഗ്രിയിലാണ് ഇത് ചൂടാകുന്നത്. അപ്പോൾ കൈയിന്മേൽ തട്ടിയാൽ, ഈ മെഷീൻ തട്ടിയാൽ കൈ പൊള്ളുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് PPR പൈപ്പ് കൊണ്ട് പണിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ ലൈനുകൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഈ കാണുന്ന ലൈനാണ് പുറത്തുള്ള വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ. അത് ഔട്ട്സൈഡിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന കണക്ഷനാണ് ടാങ്ക്ലെസ് ഹീറ്റർ, ബാത്റൂമിനകത്ത് തന്നെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹീറ്ററിൻ്റെ കണക്ഷൻ. അതുപോലെ ഈ കാണുന്ന കണക്ഷൻ വാഷ് ബേസിനുള്ള കണക്ഷനാണ്. ഈ കാണുന്നത്
വാൾ ഷവറിനുള്ള കണക്ഷനാണ്. ഇത് ചുമരിൽ നിന്നും ഒരു 10 സെൻറ്റി ഫ്രണ്ടിലോട്ട് തള്ളിയിട്ടാണ് ഈ കണക്ഷൻ ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വാൾ ക്ലോസറ്റ് വരും. അപ്പോൾ 10 സെൻറ്റിയുടെ ബ്ലോക്ക് വെച്ച് ഇതിനെ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അളവിനനുസരിച്ച് ഒരു 10 സെൻറ്റി ഫ്രണ്ടിലോട്ട് തള്ളിയാണ് ഇതിൻ്റെ കണക്ഷനോട്ടിരിക്കുന്നത്. ഈ ചുമരുമേൽ മൊത്തത്തിൽ ഒരു 10 സെൻറ്റിയിലുള്ള ബ്ലോക്ക് കൊണ്ട് കവർ ചെയ്യുന്നതാണ്. ശേഷം അതിന് മുകളിൽ ടൈൽസ് വരും. ഈ കാണുന്നത് ക്ലോസറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹോട്ട് വാട്ടർ ആൻഡ് കൂൾ വാട്ടർ കണക്ഷനാണ്. ഇതും അതുപോലെ 10 സെൻറ്റി ഫ്രണ്ടിലോട്ട് തള്ളിയിട്ടാണ് കണക്ഷൻ ഇട്ടിരിക്കുന്നത്. ചുമരിൽ നിന്നും ഒരു 10 സെൻറ്റി കൂടുതലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ഒരു 10 സെൻറ്റിയുടെ താബൂക്ക് വരും. അപ്പോൾ അതും ഇതും തമ്മിൽ ഈക്വൽ ആവും. ഈ കാണുന്ന കണക്ഷൻ ചുമരിൽ വെക്കാൻ പോകുന്ന വാൾ ക്ലോസറ്റിൻ്റെ വാട്ടർ കണക്ഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ലൈനുകളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഓപ്പൺ ആക്കി നോക്കാം. അതിനു മുമ്പായി വെള്ളം ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ എല്ലാം സ്റ്റോപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാ കണക്ഷനും. അതുപോലെ 2 ലൈനും ലീക്ക് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും പാടെ കണക്ഷൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. രണ്ടും പാടെ കൂട്ടി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പൈപ്പിലും വെള്ളം വരും. അപ്പോൾ ലീക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് വെള്ളം ഓണാക്കി നോക്കാം. നമുക്കിതിൽ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഓപ്പൺ ആക്കി നോക്കി, എവിടെയും ലീക്കില്ല. അതുപോലെ മിക്സഡ് ടാപ്പ്, വാൾ ഷവർ എന്നിവയുടെ കണക്ഷൻ ഇടുമ്പോൾ കറക്റ്റ് 16 സെൻറ്റി ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ടൈൽസ് ഇട്ടതിന് ശേഷം അളവ് തെറ്റിക്കഴിഞ്ഞാൽ മിക്സഡ് ടാപ്പ്, വാൾ ഷവർ എന്നിവ ഫിറ്റാകില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് PPR പൈപ്പ് കൊണ്ട് പ്ലംബിംഗ് വർക്ക് ചെയ്യാവുന്നതാണ്. വളരെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ ഒരിക്കലും ലീക്ക് വരികയും ചെയ്യാത്തൊരു പൈപ്പാണ് PPR പൈപ്പ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വരുന്നത് വരെ ബൈ ബൈ.